അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ ആണ്. ദുറൂസുൽ ഇഹ്സാനിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങൾ ആദ്യത്തെ 4 പാഠങ്ങളാണ്. അന്നളാഫത്തു, എൻ്റെ വീട്, പ്രകൃതി സംരക്ഷണം, പുണ്യനബിയുടെ അധ്യാപനം, കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ എന്നീ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നിർബന്ധമായും എല്ലാ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം അന്നളാഫത്തു. അന്നളാഫത്തു എന്നാൽ വൃത്തി എന്നാണ്. പരിശുദ്ധമായ ഇസ്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വൃത്തി ഈമാനിന്റെ ഭാഗമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനിക്ക് വൃത്തിയുള്ള ആളുകളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബ് വൃത്തിയുള്ളതായിരിക്കണം, നമ്മുടെ ശരീരം വൃത്തിയുള്ളതായിരിക്കണം, നമ്മുടെ വസ്ത്രം വൃത്തിയുള്ളതായിരിക്കണം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാട് വൃത്തിയുള്ളതായിരിക്കണം. അങ്ങനെ നമ്മൾ ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വൃത്തി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ വൃത്തിയെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അന്നളാഫത്തു. നമുക്ക് ആദ്യമായി ഒരു പാട്ട് പാടാം. ഇവിടെ QR കോഡ് തന്നിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ താഴെയുള്ള പാട്ട് മനോഹരമായി പാടുന്നത് കേൾക്കാം. വിദ്യാർത്ഥികൾ അത് ഉപയോഗപ്പെടുത്തുക. വൃത്തിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമിലെല്ലാം ചെയ്തിടും. പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും. അറിവിൻ തോപ്പിലെ പൂക്കൾ നമ്മൾ വസ്ത്രം നന്നായി കഴുകിയിടും. ദേഹം വൃത്തിയിലാവാൻ നമ്മൾ സുന്ദരമായി കുളിച്ചിടും. കൽബിൻ ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. നമ്മുടെ കൽബ് വൃത്തിയുള്ളതാവണം, നമ്മുടെ ശരീരം വൃത്തിയുള്ളതാവണം, നമ്മുടെ ചുറ്റുഭാഗങ്ങളൊക്കെ വൃത്തിയുള്ളതാവണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം വൃത്തിയുള്ളതാവണം, എല്ലാം വൃത്തിയുള്ളതായിരിക്കണം എന്നാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ വൃത്തിയുള്ളവരാകണമല്ലോ. അതിനായി നമ്മുടെ കൽബും ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തി ഈമാനിന്റെ ഭാഗമാണ്. ഇനി താഴെ പറയുന്നത്, വൃത്തിയുള്ള കൽബിന് വേണ്ടി നാം എന്തെല്ലാം ചെയ്യണം, വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യണം, വൃത്തിയുള്ള പരിസരത്തിന് നാം എന്തെല്ലാം ചെയ്യണം. വൃത്തിയുള്ള കൽബിന്, നമ്മുടെ കൽബ് ശുദ്ധമാവാൻ, വൃത്തിയുള്ളതാവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? കിബ്ർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം. കിബ്ർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു ചിന്ത, അഹങ്കാരം. കിബ്ർ ഒരു അണുമണി തൂക്കം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾ നാളെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കിബ്ർ നമ്മുടെ കൽബിൽ ഉണ്ടാവാൻ പാടില്ല. ഹസദ്, മറ്റുള്ളവന്റെ ഉയർച്ചയിൽ നമ്മൾ അസൂയ വെക്കുക, അങ്ങനെ ഹസദ് ഉണ്ടാവാൻ പാടില്ല. റിയാ, നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്യുക, അതിനാണ് റിയാ എന്ന് പറയുന്നത്. അങ്ങനെ കിബറും ഹസദും റിയാവും ഷിർക്കും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധമാക്കിയിരിക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കൽബ് വൃത്തിയുള്ള കൽബായി മാറുന്നത്. ഇനി വൃത്തിയുള്ള ശരീരത്തിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം. ഇനി വൃത്തിയുള്ള പരിസരത്തിനോ? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗങ്ങളൊക്കെ എപ്പോഴും വൃത്തിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നളിഫു അഫ്നിയതകും, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. വൃത്തിയുള്ളവരായി അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന നിലയിൽ ജീവിച്ച് ഇഹപര വിജയം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈമാനിന്റെ പകുതി കൂടെയാണ് വൃത്തി എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ വൃത്തി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് എഴുതാം, ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ പറഞ്ഞു, മിസ്വാക്ക് ചെയ്യണം, നഖം മുറിക്കണം, കുളിക്കണം.
വസ്ത്രം വൃത്തിയാവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രം അലക്കണം, വസ്ത്രം നല്ല രൂപത്തിൽ അയൺ ചെയ്യണം. പരിസരം വൃത്തിയാവാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ മുറ്റം അടിച്ചു വാരണം. അതുപോലെ വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ പരിസരം വൃത്തിയുള്ളതായി മാറുന്നത്. ഖൽബ് വൃത്തിയാവാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുകളിൽ നമ്മൾ പറഞ്ഞു, കിബ്ർ, ഹസദ്, റിയാ, ഷിർക്ക് തുടങ്ങിയവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധമാക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചിന്തയും പ്രവർത്തനവും ഒക്കെ നന്മകൾ മാത്രമായിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഖൽബ് വൃത്തിയുള്ളതായി മാറുന്നത്. ഇനി ആശയം കണ്ടെത്തി എഴുതാം. നള്ളിഫു അഫ്നിയതക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവീൻ. എഴുതാം. മിസ്വാക്ക് ചെയ്യുന്നതിന്റെ രൂപം എങ്ങനെയാണ്? പല്ലിൽ വീതിയിലും നാവിൽ നീളത്തിലുമാണ് നമ്മൾ മിസ്വാക്ക് ചെയ്യേണ്ടത്. നഖം മുറിക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? വിദ്യാർത്ഥികൾ ഈ ഒരു ഫോട്ടോ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു ഓർഡർ അനുസരിച്ചാണ്, ക്രമം അനുസരിച്ചാണ് നമ്മൾ നഖം മുറിക്കേണ്ടത്. ആദ്യം വലത് കൈയിന്റെ ചൂണ്ടുവിരൽ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചെറുവിരലിലേക്ക്, ശേഷം തള്ളവിരൽ, പിന്നെ ഇടത് കൈയിന്റെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ. അങ്ങനെയാണ് കയ്യിൽ നഖം മുറിക്കേണ്ടത്. കാലിൽ നഖം മുറിക്കേണ്ടുന്ന രൂപം വലത് കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത് കാലിന്റെ ചെറുവിരലിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് നമ്മൾ നഖം മുറിക്കേണ്ടത്. ഇതുപോലെയാണ് ഇനി അങ്ങോട്ട് നമ്മൾ നഖം മുറിക്കേണ്ടത്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് കൂടെയാണ്. ഇനി രണ്ടാമത്തത് എൻ്റെ വീട്. കൂട്ടുകാരെ, നാം എവിടെയായിരുന്നാലും സ്വന്തം വീടിനെ കുറിച്ച് ചിന്തിക്കുകയും വീട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടല്ലോ. എല്ലാവരും സ്വന്തം വീട് ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ. വീടുകളിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ച് ബറക്കത്തുള്ള സുന്ദര വീടുകളായി നാം അതിനെ പരിപാലിക്കണം. എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട അദബുകൾ? ഈ ഓരോ പോയിന്റുകളും വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. ഒന്നാമതായി, വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് പ്രവേശിക്കുക. സലാം പറയുക. വീട്ടിലുള്ളവരോട് നമ്മൾ സലാം പറയണം. വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന് ചൊല്ലുക. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ഈ ദിക്ർ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി വെള്ളം, ഭക്ഷണം, വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യയം ഒഴിവാക്കുക. ദുർവ്യയം എന്ന് പറഞ്ഞാൽ അമിതമായ ഉപയോഗം നമ്മൾ ഒഴിവാക്കണം. അനാവശ്യമായി വെള്ളം നഷ്ടപ്പെടുത്തി കളയരുത്. അനാവശ്യമായി ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല. അനാവശ്യമായി വൈദ്യുതി നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ റൂമിലില്ലെങ്കിൽ പോലും വെറുതെ ഫാൻ ഓൺ ചെയ്ത് നമ്മൾ എവിടേക്കെങ്കിലും പോവുക. അങ്ങനെ അനാവശ്യമായിട്ട് വൈദ്യുതി നഷ്ടപ്പെടുത്താൻ പാടില്ല. എല്ലാറ്റിലും ഒരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. അതുപോലെ ശൗചാലയം, അടുക്കള, വീടിന്റെ ചുമര്, മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക. കൊതുക് വീടിൻ പരിസരത്ത് വളരാതിരിക്കാനും വീടിനകത്ത് അത് കടക്കാതിരിക്കാനും ആവശ്യമായത് ചെയ്യുക. അതുകൊണ്ട് കൊതുകിന്റെ നിയന്ത്രണം സാധ്യമാവണമെങ്കിൽ നമ്മുടെ പരിസരം വൃത്തിയുള്ളതായിരിക്കണം. അതുപോലെ വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക. ഈ ഒരു ശീലം വിദ്യാർത്ഥികൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പലരും പഠനം കഴിഞ്ഞാൽ പുസ്തകം അവിടെ തന്നെ ഇട്ടുപോകും. അല്ലെങ്കിൽ ഒരു കൃത്യമായ രൂപത്തിൽ അടുക്കി വെക്കാതെ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ധരിച്ച ഡ്രസ്സ് അത് അഴിച്ചിടുമ്പോൾ എവിടെയെങ്കിലും അഴിച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതെല്ലാം ഒഴിവാക്കി ഒരു അടുക്കും ചിട്ടയും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതൊക്കെ വീടിനോട് കാണിക്കേണ്ട മര്യാദകളാണ്. ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞിറങ്ങുക. പിന്നെയോ ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. ഈ ദിക്റും വിദ്യാർത്ഥികൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇനി ഇറങ്ങുന്ന സമയത്ത് ഇടത് കാല് വെച്ച് ഇറങ്ങുക. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വലത് കാലാണ് വെക്കേണ്ടത്. ഇറങ്ങുന്ന സമയത്ത് ഇടത് കാൽ വെച്ച് ഇറങ്ങുക. അള്ളാഹു നമ്മുടെ വീടുകളിൽ ബറക്കത്ത് ചെയ്യുകയും പരലോകത്ത് സ്വർഗം നമുക്ക് വീടായി നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഉത്തരം എഴുതാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം? ഇടത് കാൽ മുന്തിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികൾ അത് പഠിച്ചിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ
വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്നാണ് ചൊല്ലേണ്ടത്. ശീലമാക്കാം വീട്ടിൽ അനാവശ്യമായി പ്രവർത്തിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ചെയ്യൽ. നമ്മുടെ വീട്ടിൽ അനാവശ്യമായി ഫാൻ കറങ്ങുന്നെങ്കിൽ, അനാവശ്യമായി ബൾബ് കത്തുന്നുണ്ടെങ്കിൽ, അങ്ങനെ അനാവശ്യമായി മറ്റേതെങ്കിലും വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ടാവണം. അല്ലാതെ നമ്മൾ തന്നെ അനാവശ്യമായി ഓൺ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായി പോവരുത്. ഉസ്താദിനോട് പറയാം, നിങ്ങൾ താമസിക്കുന്ന റൂം വൃത്തിയാക്കിയ അനുഭവം, വീട്ടുവളപ്പിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം. അടുത്തത് പാഠം 3, പ്രകൃതി സംരക്ഷണം, പുണ്യനബിയുടെ അധ്യാപനം. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിമനോഹരമാണ് നമ്മുടെ പ്രകൃതി. മലകളുണ്ട്, ജലാശയങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, വളരെ മനോഹരമാണ്. അതിന് നാശം വരാത്ത വിധം കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മൾ കാരണമായി ആ അനുഗ്രഹീതമായ പ്രകൃതിയെ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഈ ഗുണപാഠം നൽകുന്ന ഒരു കഥ നമുക്ക് പറയാം. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നു. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ, എന്താണ് സഅദേ ഈ ദുർവ്യയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, എന്താണ് ഇങ്ങനെ വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് സഅദേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കാണ്, വുളൂഇലും ദുർവ്യയമുണ്ടോ നബിയെ? വുളൂഇലും ഇങ്ങനെ അമിത ഉപയോഗമുണ്ടോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടി, അതെ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നായിരുന്നു. നമ്മൾ ഒഴുകുന്ന ഒരു നദിയിൽ നിന്നാണ് വുളൂ എടുക്കുന്നതെങ്കിൽ പോലും നമ്മൾ അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വെള്ളം പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ്. അത് അമിതമായി നമ്മൾ ഉപയോഗിച്ച് നഷ്ടപ്പെടുത്താൻ പാടില്ല. അമൂല്യമായ രൂപത്തിലാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. അങ്ങനെ പ്രകൃതിയുടെ ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ അതിൽ ദുർവ്യയം കാണിക്കാൻ പാടില്ല, അമിത ഉപയോഗം കാണിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇനി എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? താഴെ പറയാൻ പോകുന്ന പോയിന്റുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1, സഹജീവികളെ സംരക്ഷിക്കുക. രണ്ടാമത്തത്, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ജലം മലിനമാക്കാതിരിക്കുക. അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക. പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക. മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക. വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക. ജലാശയങ്ങൾ സംരക്ഷിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ എങ്ങാനും ലോകം അവസാനിക്കുകയാണെങ്കിൽ പോലും നിന്റെ കയ്യിൽ ഒരു തൈയുണ്ടെങ്കിൽ അത് നീ നടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും ജലാശയങ്ങൾ സംരക്ഷിച്ചും അന്തരീക്ഷത്തിന് നമ്മൾ കാരണം ഒരു പോറലേൽപ്പിക്കാതെ വളരെ മനോഹരമായി ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരം പറയാം. എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട അമിത വ്യയം എന്തായിരുന്നു? സഅദ് റളിയല്ലാഹു അൻഹു വുളൂ എടുക്കുന്ന സമയത്ത് വെള്ളം അമിതമായി ഉപയോഗിച്ചിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വുളൂഇൽ അമിതവ്യയം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പഠിപ്പിച്ചത്? വെള്ളം അമിതമായി ഉപയോഗിക്കരുത്. നീ ഒഴുകുന്ന നദിയിൽ നിന്നാണ് വുളൂ എടുക്കുന്നതെങ്കിൽ പോലും വെള്ളം അമിതമായി ഉപയോഗിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി പ്രയോഗിക്കാം. ചൂടുകാലങ്ങളിൽ വീട്ടുവളപ്പിൽ പറവകൾക്ക് തണ്ണീർ കുടമൊരുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു സഹജീവികളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പോയിന്റ്, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു. നമ്മുടെ സഹജീവികളാണ് പറവകളും മറ്റുള്ള ജീവികളൊക്കെ. അവർക്ക് വല്ല പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് താങ്ങാവണം. അപ്പോൾ ചൂടുകാലങ്ങളിൽ നമ്മുടെ വീട്ടുവളപ്പിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള തണ്ണീർ കുടങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് അവരോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഭാഗമാണ്. സർവ്വലോകങ്ങൾക്കും കരുണയായി വന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തിൽ ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാം.
ഇതൊക്കെ പ്രയോഗവൽക്കരിക്കേണ്ടതാണ്. ഉസ്താദിനോട് ചോദിക്കാം, അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പ്ലാസ്റ്റിക് അനാവശ്യമായി കത്തിക്കാതിരിക്കുക ഉദാഹരണം. ജലസംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ ഇടാതിരിക്കുക ഉദാഹരണം. അങ്ങനെയൊക്കെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അടുത്തത് 4ാമത്തെ പാഠം, കരുതിയിരിക്കാം പ്ലാസ്റ്റിക്കിനെ. പ്രകൃതിക്ക് കേടുപറ്റാതെ സംരക്ഷിക്കണമെന്ന ബോധം മുൻപാഠത്തിൽ നിന്നും നമുക്കുണ്ടായല്ലോ. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? താഴെ പറയുന്ന പോയിന്റുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കുക. 100 കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. നമ്മൾ പ്ലാസ്റ്റിക് അനാവശ്യമായി വലിച്ചെറിഞ്ഞു, അത് മണ്ണിൽ അങ്ങനെ തന്നെ കിടക്കും. ഇനി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാലോ അതങ്ങനെ തന്നെ കിടക്കും. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് ദ്രവിക്കാതെ അങ്ങനെ കിടക്കും. മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും. ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങളെത്തും. ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. കത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് എന്നുള്ളത്. കവറുകളാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഉൽപ്പന്നങ്ങളാവട്ടെ, പ്ലാസ്റ്റിക് നിറഞ്ഞ ജീവിതം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ കരുതലോടെയാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികൾക്കോ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിനോ മറ്റുള്ളവർക്കോ ഒരു ഉപദ്രവമാവാത്ത രൂപത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഇനി എങ്ങനെയൊക്കെയാണ് പ്ലാസ്റ്റിക്കിനെ നിയന്ത്രിക്കാൻ പറ്റുക? താഴെയുള്ള പോയിന്റുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തുണിസഞ്ചി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് കവറിന് പകരം തുണിസഞ്ചി ഉപയോഗിക്കുക. അതുപോലെ പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടി, അതിനെ കൃത്യമായ രൂപത്തിൽ സംസ്കരണം നടത്താൻ വേണ്ടി ഒരു ഹരിത വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ അന്തരീക്ഷത്തിനും നമ്മുടെ സഹജീവികൾക്കും മറ്റും മലിനമാവാത്ത, ഉപദ്രവമാവാത്ത രൂപത്തിലാണ് ഈ പ്ലാസ്റ്റിക്കിനെ നമ്മൾ സംസ്കരിക്കേണ്ടത്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ കാരണമായി ഈ അന്തരീക്ഷത്തിന് ഒരു പോറലും ഏൽക്കാൻ പാടില്ല എന്ന് ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉത്തരമെഴുതാം. പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ്? പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. എങ്ങനെ? നമ്മൾ പറഞ്ഞു, പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് അതിന്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. അങ്ങനെ ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. അടുത്തത്, പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെയാണ്? നമ്മളിവിടെ പറഞ്ഞു, ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിന്റെ അംശങ്ങളെത്തും. ഇനി അവസാനത്തെ ചോദ്യം, പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും. എങ്ങനെ? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിന്റെ വിഷപ്പുക, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. ഇനി പൂരിപ്പിച്ച് ആശയം എഴുതാം. ലഹറൽ ഫസാദു ഡാഷ് ബിമാ കസബത് ഐദിൻ നാസ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ കരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു. ഇനി അവസാനത്തത് ശീലമാക്കാം. വീട്, വിദ്യാലയ പരിസരങ്ങളിൽ കാണുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് ആരോഗ്യ പ്രവർത്തകരെ ഏൽപ്പിക്കൽ. വീട്ടു സാധനങ്ങൾ കടകളിൽ നിന്ന് കൊണ്ടുവരാൻ തുണിസഞ്ചി ഉപയോഗിക്കൽ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇത്രയും പാഠങ്ങളാണ്, ഈ 4 പാഠങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.